ഹലോ മീഗോസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മളെ സ്കൂട്ടറിന് ചെറിയൊരു പണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ റെസിയാർ 125 സ്കൂട്ടറിൻ്റെ സ്പീഡോമീറ്ററും ഓഡോമീറ്ററും വർക്ക് ചെയ്യുന്നില്ല. അനലോഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ മെക്കാനിക്കൽ സെറ്റപ്പിൽ തന്നെയാണ് ഇത് ഫുള്ള് വരുന്നത്. യൂഷ്വലി നമ്മൾ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾസും അതുപോലെ സ്കൂട്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ഒരു സ്പീഡോമീറ്റർ ഓഡോമീറ്റർ വർക്ക് ചെയ്തില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അധികം ആളും അങ്ങനെ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സ്കൂട്ടറിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇത് ഒരു ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു മോട്ടോർ അസിസ്റ്റ് വരുന്ന സ്കൂട്ടറാണ്. ഇതിൽ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വേറെയും പല കാര്യങ്ങളും ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. റെസിയാർ 125 ഹൈബ്രിഡ് സ്കൂട്ടറിൻ്റെ ഡ്രം ബ്രേക്ക് വേരിയൻ്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേരിയൻറ്റിലാണ് അനലോഗ് സ്പീഡോമീറ്റർ വരുന്നത്. ഇപ്പം പൊതുവേ നമ്മുടെ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കൺസോൾ വരുന്ന സ്കൂട്ടർ ഇത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സംഭവം ഈ ഒരു അനലോഗ് സ്പീഡോമീറ്റർ കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു വിൻറ്റേജ് ക്ലാസിക് ഫീലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു അനലോഗ് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നത് സിമ്പിൾ മെക്കാനിക്കൽ സെറ്റപ്പിലായതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. മറ്റേ ഡിജിറ്റൽ സ്പീഡോമീറ്ററിലെ പോലെ സെൻസേഴ്സ് ഒന്നല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈഫും കുറവായിരിക്കും. ഈ ഒരു സെറ്റപ്പിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു മോട്ടോർ അസിസ്റ്റ് വരുന്ന സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കംപ്ലൈൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നോർമൽ വണ്ടികളെ പോലെയല്ല, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു സ്പീഡോമീറ്ററിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാതെ ആയി കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളെയും അത് ബാധിക്കും. മെയിനായിട്ട് വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. കാരണം ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടാൻ മെയിൻ കാരണം ആ ഒരു മോട്ടോർ അസിസ്റ്റ് വരുന്നതുകൊണ്ടാണ്. സ്പീഡോമീറ്ററിന് കംപ്ലൈൻറ്റ് വരുമ്പം ഈ ഒരു മോട്ടോർ അസിസ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതാണ് ഒരു മെയിൻ റീസൺ. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇതിന് എൻജിൻ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അത് വർക്കാവുന്നില്ല. ഇക്കോ മോഡ് വർക്കാവുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ ഒരു സ്പീഡോമീറ്ററിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് പ്രശ്നവും ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സംഗതി ഭയങ്കര സിമ്പിളാണ്. മെയിനായിട്ട് ഈ ഒരു കേബിളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ആണ് ഉണ്ടാവാറ്. അതുകൊണ്ട് കേബിൾ റീപ്ലേസ് ചെയ്താൽ തന്നെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനായി. ഈ ഒരു അനലോഗ് സ്പീഡോമീറ്ററിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ പക്കാ മെക്കാനിക്കലായിട്ടുള്ളൊരു വർക്കിംഗ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ടൊരു സ്പീഡോമീറ്റർ കേബിൾ ഉണ്ടാവും. ഈ ഒരു കൺസോളിനും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വീൽ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്പീഡോമീറ്റർ കേബിൾ ഉണ്ടാവും. ഈ ഒരു സ്പീഡോമീറ്റർ കേബിളിൻ്റെ ഉള്ളിൽ ഒരു മെറ്റാലിക് റോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഫ്രണ്ട് വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡോമീറ്റർ കേബിളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മെറ്റാലിക് റോഡും അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ആവും. ഈ ഒരു റൊട്ടേഷൻ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റിക് റോട്ടറി സെറ്റപ്പ് ഉണ്ടാവും. ആ ഒരു മാഗ്നറ്റും ഇതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കേബിളിൻ്റെ ഉള്ളിലുള്ള മെറ്റാലിക് റോഡിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു സ്പീഡോമീറ്ററിന് കംപ്ലൈൻറ്റ് വരിക. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കൺസോളിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വീൽ ഹബിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പീഡോമീറ്റർ കേബിൾ അയച്ചിട്ട് ഈ ഒരു റോഡിന് എന്തെങ്കിലും ബ്രേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഈ ഒരു റോഡ് വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് സ്റ്റക്കായി കഴിഞ്ഞാലും സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പം ജസ്റ്റ് ആ ഒരു റോഡ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവാറുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ്. ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ തന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്പീഡോമീറ്റർ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സിമ്പിൾ സ്പീഡോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാത്തത് കാരണം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ വരുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. യമഹയുടെ 125 cc വരുന്ന ഈ ഒരു റെസിയാറും അതേപോലെ തന്നെ ഫാസിനോയിലൊക്കെ മോട്ടോർ അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് നോർമൽ സ്റ്റാർട്ടർ മോട്ടറിന് പകരം കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറാണ് ഈ ഒരു വണ്ടിയിലെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോട്ടർ വണ്ടിയിൽ കൂടുതൽ ലോഡ് വരുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഇനീഷ്യൽ മൂവ്മെൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങൾ വരുമ്പോഴോ ഒക്കെ ചെറിയ രീതിയിൽ ഈ ഒരു മോട്ടർ അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അസിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടിയിലെല്ലാം തന്നെ നല്ല രീതിയിൽ മൈലേജും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അസിസ്റ്റ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു അസിസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്.
അതായത് വണ്ടി നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്പീഡ് ഭയങ്കര സ്ലോ ആയിട്ട് മൂവ് ചെയ്യുമ്പോഴും നമ്മൾ കയറ്റൊക്കെ കയറുമ്പോൾ ഭയങ്കര സ്ലോ സ്പീഡിലായിരിക്കുമല്ലോ മൂവ് ചെയ്യുക. അതുപോലെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു അസിസ്റ്റ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ഒരു സിറ്റുവേഷൻസ് വണ്ടി എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു സ്പീഡോമീറ്ററിന് വണ്ടിയുടെ ECUയിലേക്ക് ഒരു ഡാറ്റ പോകുന്നുണ്ട്, വണ്ടിയുടെ സ്പീഡ്. അപ്പോൾ ഈ ഒരു സ്പീഡ് വെച്ചിട്ടാണ് ഈ ഒരു അസിസ്റ്റ് വർക്ക് ആവുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വരുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം, അതായത് നമ്മൾ വണ്ടി നിൽക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആവും. ഈ ഒരു സിസ്റ്റത്തിലും വണ്ടി ഓഫ് ആവുന്നത് അവർ ഈ ഒരു സ്പീഡോമീറ്ററിലെ സ്പീഡിൻ്റെ ഈ ഒരു ഡാറ്റ വെച്ചിട്ടാണ്. വണ്ടി 0 ആകുമ്പോൾ ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് വണ്ടിക്ക് ഓഫ് ആവാനുള്ള സിഗ്നൽ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനെല്ലാം തന്നെ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് സ്പീഡോമീറ്റർ കേബിൾ കേട് വരുമ്പോൾ സ്പീഡ് ഇൻഫർമേഷൻ കട്ടാകുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു വണ്ടിയിൽ എൻജിൻ വാണിലേറ്റും വന്നിട്ടുണ്ട്. അത് ഈ ഒരു മോട്ടോർ അസിസ്റ്റിന് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്പീഡോമീറ്റർ കേബിൾ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സ്പീഡ് ഓഡോമീറ്ററൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റവും നമ്മളെ വണ്ടിയുടെ എക്കോ മോഡും അതുപോലെ തന്നെ മൈലേജൊക്കെ ഇമ്പ്രൂവ് ആയി, കംപ്ലീറ്റ് പ്രോബ്ലംസും സോൾവ് ആയി. അതിൻ്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എൻജിൻ വാണിംഗ് ലൈറ്റും ഓഫായി. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷോറൂമിലൊന്നും പോയിട്ടില്ല. അപ്പോൾ സംഭവം ഇതാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂട്ടറിൽ മോട്ടോർ അസിസ്റ്റ് വരുന്ന ഈ ഒരു സ്കൂട്ടറിൽ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ കൺസോളിൽ നിന്ന് വരുന്ന സ്പീഡിൻ്റെ ഡാറ്റ ഈ ഒരു വണ്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഈ ഒരു അനലോഗ് സ്പീഡോമീറ്റർ വരുന്ന ഈ ഒരു വേരിയൻറ്റിൽ, അതായത് ഡ്രം ബ്രേക്ക് വരുന്ന ഈ ഒരു വേരിയൻറ്റിലാണ് ഈ ഒരു പ്രശ്നം ഫ്രീക്വൻ്റ് ആയിട്ട് വരിക. കാരണം ഈ ഒരു അനലോഗ് സ്പീഡോമീറ്ററിൻ്റെ സിസ്റ്റംസ് കംപ്ലീറ്റ് മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അങ്ങനെയാണ് നമ്മളെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ വരിക. ഡിജിറ്റൽ കൺസോൾ വരുന്ന വേരിയൻസിൽ, അതായത് ഈ ഒരു റൈസിയാറിൻ്റെ ഡിസ്ക് വേരിയൻസിലൊന്നും ഈ ഒരു കംപ്ലൈൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരില്ല. കാരണം മെയിനായിട്ട് അതിൽ ഡിജിറ്റൽ കൺസോൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്സ് ഒന്നും കംപ്ലീറ്റ് മെക്കാനിക്കൽ അല്ല. അതിൻ്റേതായിട്ടുള്ള മാഗ്നറ്റിക് സെൻസേഴ്സൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവില്ല. അതിലും ഈ സ്പീഡ് സെൻസറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതേ പ്രശ്നങ്ങൾ ആ വണ്ടിയിലും വരാം. പക്ഷേ പൊതുവെ സെൻസേഴ്സൊക്കെ കുറച്ചും കൂടി നല്ല ഡ്യൂറബിൾ ആണ്, അത്യാവശ്യം നല്ല പീരിയഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് തന്നെ ആ ഒരു വേരിയൻസിൽ അധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ വണ്ടിയിലും സ്പീഡോമീറ്റർ കേബിളിന് കംപ്ലൈൻറ്റ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. ഈ ഒരു സ്പീഡോമീറ്റർ കേബിളിൻ്റെ വീൽ സൈഡിൽ വരുന്ന എൻഡ് ജസ്റ്റ് ഇടയ്ക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് അതൊന്ന് ഫുള്ള് ക്ലീൻ ആക്കി. അവിടെ ഭയങ്കര ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളും വെള്ളമൊക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ ഗ്രീസൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം കംപ്ലൈൻറ്റ് വരാതിരിക്കും. കാരണം ഈ ഒരു ഡേർട്ടും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഇതിനകത്ത് കയറുമ്പോഴാണ് ഈ ഒരു കേബിളിൻ്റെ അകത്ത് ഡ്രൈ ആയിട്ട് ലൂബ്രിക്കേഷനൊക്കെ പോയിട്ട് തുരുമ്പൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെറ്റാലിക് റോഡ് ബ്രേക്ക് ആവുന്നത്. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഇടയ്ക്ക് നമ്മൾ ഇതേപോലെ ഗ്രീസൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കുറച്ചും കൂടെ ലൈഫ് കിട്ടും. അപ്പോൾ ഇനി നിങ്ങളെ വണ്ടിയിൽ ഇതുപോലെ സ്പീഡോമീറ്റർ ഓഡോമീറ്ററൊക്കെ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇക്കോ മോഡ് വർക്ക് ആവാതിരിക്കുക, സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വർക്ക് ആവാതിരിക്കുക, അതേപോലെ എൻജിൻ വാണിംഗ് ലൈറ്റ് വരിക, അതിൻ്റെ കൂടെ തന്നെ മൈലേജും ഡ്രോപ്പ് വരുമ്പോൾ പാനിക് ആവണ്ട. ജസ്റ്റ് ഈ ഒരു സ്പീഡോമീറ്റർ കേബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഓഫ്. ബൈ.